നമസ്കാരം. കേരളത്തിലെ പരവൂർ എന്ന നിയോജകമണ്ഡലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഒരു വിചിത്രമായ കാര്യമുണ്ട്. ഒരു വശത്ത് വളരെ ജനകീയനായ ഒരു നേതാവ്, മറുവശത്ത് ആളുകളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോ ഈ ഒരു വിരോധാഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കതിന്റെ ഉള്ളറകളിലേക്കൊന്ന് നോക്കാം. അപ്പോൾ പറവൂരിലെ ഈയൊരു അവസ്ഥ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം രാഷ്ട്രീയ പശ്ചാത്തലം നോക്കും, പിന്നെ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ, സിറ്റിംഗ് എംഎൽഎയുടെ ഒരു പ്രത്യേക സാഹചര്യം, ഇതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കുന്ന രൂപരേഖ, പിന്നെ മുന്നോട്ടുള്ള വഴി. നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറവൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ അധികാര കണക്കുകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിങ്ങൾ പറവൂരിന്റെ ഒരു ചിത്രം മനസ്സിൽ കാണുകയാണെങ്കിൽ അത് പലതരം ഭൂപ്രദേശങ്ങൾ ചേർന്ന ഒരിടമാണ്. ഒരു ഭാഗത്ത് കായലും തീരദേശവും, മറ്റൊരു ഭാഗത്ത് പട്ടണത്തിന്റെ തിരക്ക്, ഇതിനിടയിൽ കുറെ ഗ്രാമങ്ങളും. അപ്പൊ സ്വാഭാവികമായും ഇത്രയും വൈവിധ്യമുള്ള ഒരിടത്ത് ആളുകളുടെ പ്രശ്നങ്ങളും പലതായിരിക്കും, അല്ലേ? ഇത് തന്നെയാണ് ഇവിടത്തെ രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തുന്നത്. ഇവിടുത്തെ എംഎൽഎയെപ്പറ്റി പറയുകയാണെങ്കിൽ വി.ഡി. സതീശൻ. അദ്ദേഹം 2001 മുതൽ, അതായത് 2 ദശാബ്ദത്തിൽ കൂടുതലായി പറവൂരിന്റെ പ്രതിനിധിയാണ്. ഇത്രയും കാലം ഒരാളൊരു മണ്ഡലത്തിൽ ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ശക്തമായ ഒരു ജനപിന്തുണയുണ്ടെന്നാണ്. ഇവിടെയാണ് രസകരമായൊരു കാര്യം. സാധാരണഗതിയില് ഒരാൾ ഒരുപാട് കാലം അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം വരാം, വോട്ട് കുറയാം. പക്ഷെ പറവൂരിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. നോക്കൂ, 2016-ൽ അദ്ദേഹത്തിന് 47% വോട്ടാണ് കിട്ടിയത്. എന്നാൽ 2021 ആയപ്പോഴേക്കും അത് 52% ഉയർന്നു. ഇതിനർത്ഥമെന്താ? വോട്ടുകൾ പ്രധാനപ്പെട്ട 2 മുന്നണികളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടത്തെ ആളുകൾ വെറുതെ ഇരിക്കുന്നവരല്ല. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 78.8% ആളുകളാണ് വോട്ട് ചെയ്തത്. അതായത് ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല താൽപ്പര്യമുണ്ട്, അവർക്ക് വ്യക്തമായ പ്രതീക്ഷകളുമുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഒരു വശത്ത് നിൽക്കട്ടെ. ഇനി നമുക്ക് ഗ്രൗണ്ടിലേക്ക് വരാം. അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ? ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും 4 പരാതികളാണ് മുന്നോട്ടു വരുന്നത്. 1. വെള്ളപ്പൊക്കം. ഇവിടെ 24ഓളം തോടുകൾ അടഞ്ഞുകിടക്കുകയാണ്. മഴക്കാലമായാൽ പിന്നെ പേടിയാണ്. 2. റോഡുകളുടെ അവസ്ഥ. പ്രത്യേകിച്ച് NH-66ന്റെ പണിയൊക്കെ വന്നതോടെ സാധാരണക്കാരുടെ യാത്രകൾ ഒരുപാട് ബുദ്ധിമുട്ടിലായി. 3. തൊഴിലില്ലായ്മ. ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് പുറത്തുപോയി തിരിച്ചുവന്നവർക്ക് ജോലിയില്ല. പിന്നെ 4. വിലക്കയറ്റം. സാധാരണ കുടുംബങ്ങളെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളില് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെ തിരിച്ചു വന്നവരില് ഏകദേശം 71% പേർക്കും ജോലിയൊന്നുമില്ലെന്നാണ് ഒരു പഠനം പറയുന്നത്. ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ചെറുതല്ല. ചിലപ്പോ വികസനം എന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെ എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് വരാപ്പുഴ പാലം. പുതിയ നാഷണൽ ഹൈവേ 66ന്റെ ഭാഗമായി പണിതതാണ്. പക്ഷേ അതിന്റെ ഉയരം കുറഞ്ഞുപോയി. അതോടെ ബോട്ടുകൾക്ക് അടിയിലൂടെ പോകാൻ പറ്റാതായി. അതായത് ഒരു പരമ്പരാഗത ജലപാതയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ഉപജീവനമാർഗവുമാണ് അവിടെ അടഞ്ഞുപോയത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ വിരോധാഭാസത്തിലേക്ക് എത്തുന്നത്. അതായത് ഒരു വശത്ത് എംഎൽഎയോടുള്ള ഉയർന്ന വിശ്വാസം, മറുവശത്ത് തീർപ്പാകാതെ കിടക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ രണ്ടും എങ്ങനെയാണ് ഒരുമിച്ചു പോകുന്നത്? ഇതിനെ 2 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കഥയായിട്ട് നമുക്ക് കാണാം. ഒരു വശത്ത് നേതാവിന്റെ വിശ്വാസ്യത. വി.ഡി. സതീശൻ 5 തവണ എംഎൽഎ ആയി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായി നല്ല വിശ്വാസ്യതയുണ്ട്. പക്ഷെ മറുവശത്ത് നോക്കുമ്പോൾ താഴെത്തട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റോഡ്, വെള്ളം പോലുള്ള കാര്യങ്ങൾ വളരെ പിന്നിലാണ്. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഒരു ദുർബലാവസ്ഥ കാണുന്നുണ്ട്. ഇതിനൊരു പേരുണ്ട്: വെൽഫെയർ ഫറ്റീഗ്, അഥവാ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ്. എന്താണിത്? അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾക്ക് ചെറിയ സഹായങ്ങളിലോ വാഗ്ദാനങ്ങളിലോ താൽപ്പര്യം കുറയും. അവർക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും അതാണല്ലേ? ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, വിവരങ്ങൾ അറിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരു സാഹചര്യം. ഇത് വെറും സഹായങ്ങൾ നൽകുന്നതിനപ്പുറം സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങളൊരുക്കലാണ്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ഭരണരൂപരേഖയെപ്പറ്റി സംസാരിക്കാം. ഇതിനെ ചതുർമുഖ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഇതൊരു 4 മുഖങ്ങളുള്ള തന്ത്രമാണ്. ഓരോ മുഖത്തിനും ഓരോ റോളുണ്ട്. ഒന്നാമത്തേത്
ശിവന്റെ രൂപം, അതായത് പ്രശ്നങ്ങളെ നേരിട്ട് ആക്രമിക്കുക. വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലും NH-66ന്റെ കെടുകാര്യസ്ഥതയിലും സംഭവിച്ച പരാജയങ്ങൾ ശക്തമായി ഉയർത്തിക്കാട്ടുക. രണ്ടാമത്തേത് വിഷ്ണുവിന്റെ രൂപം, സംരക്ഷകന്റെ റോൾ, അതായത് മണ്ഡലത്തിന്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുക, വികസനത്തിനൊരു തുടർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത് ബ്രഹ്മാവിന്റെ രൂപം, സ്രഷ്ടാവിന്റെ റോൾ, പുതിയ അവസരങ്ങളുണ്ടാക്കുക, ഒരു ടെക് പാർക്ക് പോലെയുള്ള പുതിയ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുക. നാലാമത്തേത് ദുർഗയുടെ രൂപം, അതായത് പ്രതിരോധം, താഴെത്തട്ടിലുള്ള ആളുകളെ ഒന്നിപ്പിച്ച് ധ്രുവീകരണ ശ്രമങ്ങളെ ചെറുക്കുക. അപ്പോ ഈ തന്ത്രം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അതിനായി ലക്ഷ്യം വെച്ചുള്ള ചില പ്രവർത്തനങ്ങളെപ്പറ്റി നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് അടിയന്തര മുൻഗണന നൽകേണ്ടത്. 1. ഓപ്പറേഷൻ പറവൂർ ബ്രേക്ക് ത്രൂ. 2. NH-66മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര പാക്കേജ്. 3. കുടിവെള്ളത്തിനും ശുചീകരണത്തിനുമായി ഒരു വലിയ യജ്ഞം. ഈ 3ഉം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് നേരിട്ടുള്ള പരിഹാരമാണ്. ഇതിലേറ്റവും പ്രധാനം ഓപ്പറേഷൻ പരവൂർ ബ്രേക്ക് ത്രൂ ആണ്. കാരണം അടുത്ത മഴക്കാലത്തിനു മുൻപ് അടഞ്ഞുകിടക്കുന്ന ആ 24 കനാലുകളും വൃത്തിയാക്കുക എന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വെള്ളപ്പൊക്കം പോലെ അവരെ അലട്ടുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു നടപടി വരുമ്പോൾ അത് വെറും വാഗ്ദാനമല്ല, പ്രവൃത്തിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. അപ്പോ കാര്യങ്ങളുടെ കാതൽ ഇതാണ്. പറവൂരില് ഇനി മുന്നോട്ടു പോകണമെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് മാറണം. അത് വെറും പ്രീണനത്തിൽ നിന്നോ വ്യക്തിപ്രഭാവത്തിൽ നിന്നോ മാറി യഥാർത്ഥ പ്രവൃത്തിയിലേക്ക്, പെർഫോമൻസിലേക്ക് വരണം. പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ജനങ്ങളുടെ സ്വകാര്യതയും സമ്മതവും മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ഇതിന് വ്യക്തമായ ചട്ടക്കൂടുകൾ നൽകുന്നുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം. അപ്പോ ഇവിടെയൊരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഈ വെൽഫെയർ ഫെറ്റീഗൊക്കെയുള്ള ഒരു കാലത്ത് ഒരു നേതാവിന് വെറും ജനപ്രീതി മാത്രം മതിയോ, അതോ ജനങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ വേണോ? നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.